मैंने केवल अपनी जिंदगी में ईमानदारी कमाई है। इन्होंने झूठा केस लगाया और आज ये साबित हो गया, कोर्ट ने कहा है कि केजरीवाल कट्टर ईमानदार है। കഴിഞ്ഞ 6 വർഷമായി ആം ആദ്മി പാർട്ടിയെയും ആം ആദ്മി പാർട്ടിയുടെ പ്രമുഖ നേതാക്കളെയുമെല്ലാം നിരന്തരം വേട്ടയാടിക്കൊണ്ടിരുന്ന ഡൽഹി മദ്യ നയ അഴിമതി കേസിന് ഇപ്പോൾ വിരാമമായിരിക്കുകയാണ്. ആ കേസ് വിചാരണ ചെയ്ത റോസ് അവന്യൂവിലെ CBI കോടതി എല്ലാ പ്രതികളെയും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശിക്ഷിക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ വിട്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, കോടതി CBIയുടെ നടപടിക്രമങ്ങളെ വളരെ നിശ്ചിതമായി വിമർശിച്ചിരിക്കുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ഡിപ്പാർട്ട്മെൻ്റൽ നടപടി വേണമെന്നും കോടതി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം അർത്ഥം എന്താണ്? 2021-22 കാലഘട്ടത്തിൽ ഡൽഹിയിലെ മദ്യനയം തീരുമാനിച്ചതിൽ വലിയ അഴിമതി ഉണ്ടെന്നാണ് ആരോപണം ഉണ്ടായത്. ഈ ആരോപണം ഉന്നയിച്ചത് ഒരു BJP നേതാവാണ്. അത് അന്വേഷണത്തിന് നൽകാൻ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ തയ്യാറാവുകയും അതനുസരിച്ച് CBI അന്വേഷണം തുടങ്ങുകയും ചെയ്തു. CBI അന്വേഷണം തുടങ്ങിയതിന് ശേഷം അന്ന് മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളിനെ ഏകദേശം 6 മാസത്തോളവും മുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയെ 1.5 വർഷത്തോളവും, അതുപോലെ തന്നെ ആന്ധ്ര മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖര റാവുവിൻ്റെ മകൾ കവിതയെ 6 മാസത്തേക്കും എല്ലാം ജയിലിൽ അടച്ചു. ഡൽഹിയിലെ ഭരണം ആകെ താറുമാറായി. അതായത് ഉപമുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും എല്ലാം ഭരണത്തിലിരിക്കുമ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലിടുകയും ചെയ്യുകയും അതിനുശേഷം ആം ആദ്മി പാർട്ടിക്കെതിരായി വലിയ ഒരു ജനവികാരം ഈ അഴിമതി കേസിലുണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ ആരോപണത്തിലുണ്ടായിരുന്നത് 100 കോടി രൂപയോളം ആം ആദ്മി പാർട്ടി ഇവരിൽ നിന്ന് സ്വീകരിച്ചുവെന്നും ആ പണമാണ് ഗോവ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചതെന്നും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. 10,000 കണക്കിന് പേജുകളുള്ള വലിയൊരു കുറ്റപത്രമാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കോടതിയിൽ സമർപ്പിക്കപ്പെട്ടത്. പക്ഷേ CBI കോടതി കണ്ടെത്തിയത് വ്യക്തമായ ഒരു തെളിവ് പോലും അരവിന്ദ് കെജ്രിവാളിനെതിരെയോ അതുപോലെ ഈ 23 പ്രതികൾക്കെതിരെയോ ഇല്ല എന്നുള്ളതും ഇവയെല്ലാം തന്നെ കെട്ടിച്ചമച്ചതാണെന്നുമാണ്. കെട്ടിച്ചമച്ചിട്ട് ആണ് ഇവരെ ഇത്രയും കാലം ഈ നിരപരാധികളായ മനുഷ്യരെ ജയിലിലിട്ടിരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാവുന്നത് തീർച്ചയായും ഇത് ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നാണ് അരവിന്ദ് കെജ്രിവാൾ പറയുന്നത്. ഇത് തീർച്ചയായും ഒരു ഗൂഢാലോചനയാണെന്ന്, രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നാണ് അരവിന്ദ് കെജ്രിവാൾ പറയുന്നത്. അത് വിശ്വസിക്കാതിരിക്കാൻ ന്യായമില്ല. ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഏജൻസി ഇത്രയും വർഷം അന്വേഷിക്കുകയും ആ അന്വേഷണ റിപ്പോർട്ടുകൾ കോടതിയിൽ സമർപ്പിക്കുകയും കോടതി അത് പൂർണ്ണമായി നിരാകരിക്കുക മാത്രമല്ല അന്വേഷണ ഉദ്യോഗസ്ഥന് എതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വളരെ അപൂർവമാണ്. അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാവുന്നത് തീർച്ചയായും ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചന ആയിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇത്രയും വർഷം, അതും പല അസുഖങ്ങളും അതുപോലെ അങ്ങേയറ്റം ഡയബറ്റിക്കും ഒക്കെ ആയിട്ടുള്ള കെജ്രിവാളിനെ ഈ പറയുന്ന പോലെ 6 മാസത്തോളം ജയിലിലിടുക, ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയെ 1.5 വർഷത്തോളം ആണ് ജയിലിലിട്ടത്. ആ ജയിലിലിടുന്ന സമയത്തൊക്കെ തന്നെ ജയിലിൽ നിന്ന് തന്നെ സിസോദിയ ആരോപണം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അതായത് നിങ്ങൾ ഈ നിലപാട് മാറ്റി കെജ്രിവാളിനെതിരെ സാക്ഷി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇതിൽ നിന്ന് ഒഴിവാക്കാം. അങ്ങനെയുള്ള പല സംഭവങ്ങളും നമുക്ക് രാജ്യത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും കാണാറുണ്ട്. കാരണം ED കേസുകൾ അന്വേഷിക്കപ്പെടുന്ന പല രാഷ്ട്രീയ നേതാക്കളും അവർ കൂറുമാറി ഭരണപക്ഷത്തേക്ക് പോകുന്നതോടുകൂടി അവരുടെ പേരിലുള്ള കേസുകളെല്ലാം അവസാനിക്കാറാണ്. അതുപോലെ തന്നെയായിരുന്നു മഹാരാഷ്ട്രയിൽ അജിത് പവാറിൻ്റെ പേരിലുള്ള കേസുകൾ. ഏകദേശം 2,000 കോടിയുടെ അഴിമതി ആരോപണം ഉണ്ടായിരുന്നത്, അത് അന്വേഷണം തുടങ്ങിയത് പിന്നീട് അജിത് പവാർ BJP പക്ഷത്തേക്ക് മാറിയതിന് ശേഷം ആ കേസിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല, അത് എല്ലാം അന്വേഷണം അവസാനിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഈ രീതിയിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ വേട്ടയാടുന്നു എന്നുള്ള ആരോപണത്തെ സാധൂകരിക്കുന്ന ഒരു കോടതി വിധിയാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. കാരണം ഇത്രയും ഉയർന്ന
പദവികളിലിരിക്കുന്ന മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയുമായിട്ടുള്ള ആളുകളെക്കുറിച്ചൊക്കെ അന്വേഷണം നടത്തുന്ന സമയത്ത് അതിൽ സത്യത്തിൻ്റെ ഒരു കണിക പോലും ഇല്ല എന്ന് കോടതി പറയുമ്പോൾ ഈ അന്വേഷണ ഏജൻസികൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വലിയ സംശയങ്ങൾ ഉയരുക സ്വാഭാവികമാണ്. ഇന്ന് കെജ്രിവാൾ ആരോപണ വിമുക്തനായതിനു ശേഷം അദ്ദേഹം കോടതിക്ക് മുന്നിൽ പൊട്ടിക്കരയുകയാണ് ഉണ്ടായത്. സത്യസന്ധത മാത്രമാണ് തൻ്റെ കൈമുതലെന്ന് അദ്ദേഹം അവിടെയും പറയുകയുണ്ടായി. ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ കക്ഷികളും കോൺഗ്രസ് ഒഴികെ എല്ലാ കക്ഷികളും ഈ സംഭവത്തെ കൃത്യമായി തന്നെയാണ് നോക്കിക്കാണുന്നത്. ഇത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഫലമാണ് എന്ന് തന്നെയാണ് മറ്റ് കക്ഷികളെല്ലാം തന്നെ പറയുന്നത്. ഈ ആരോപണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി നിയമസഭാ തിരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും പൂർണ്ണമായും പരാജയപ്പെടുന്നു. അപ്പോൾ ഈ പരാജയം ഉറപ്പാക്കാൻ വേണ്ടി ചെയ്ത ഒരു ഗൂഢാലോചനയാണ് ഈ കേസ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് കൂടുതൽ അന്വേഷിക്കേണ്ട കാര്യമില്ല. ഈ കോടതി വിധി, CBI കോടതിയുടെ ഈ വിധി ഇനിയെങ്കിലും നമ്മുടെ ഭരണ സംവിധാനങ്ങളുടെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ്. കാരണം ഇത്തരത്തിൽ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തകരെ വേട്ടയാടുന്ന നടപടി അവസാനിപ്പിക്കണമെന്ന് ഈ അടുത്ത ദിവസത്തിൽ സുപ്രീം കോടതി പോലും പറയുകയുണ്ടായി. അപ്പോൾ ഈ വിധി തീർച്ചയായും ആ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്.